നമസ്കാരം. നമസ്കാരം. നമ്മളിപ്പോ പത്തനംതിട്ട ജില്ലയിലെ കടമനാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മൾ ഒരാളെ കാണാൻ വേണ്ടി വന്നതാണ്. അയാൾക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതെ അതെ, നമുക്കൊന്ന് കണ്ട് പരിചയപ്പെടാം. അത് തന്നെ. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ പേരെന്ത് വരുന്നത്? എന്റെ പേര് ശിവന്യ. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഇത് സഹസ്രദളം താമരയാണോ? അല്ല, ഇത് മയൂരി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ്. ഇതേ ഒന്ന് തിരിഞ്ഞ മോള്. ഇത് കണ്ടോ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളുടെ മുടിയാണ്. വളരെ നന്നായിട്ടാണ് നോക്കുന്നത്. നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഒന്നുകൂടെ തിരിഞ്ഞേ. ഓക്കെ. നമ്മൾ വന്നതിന്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മോളുടെ ആഗ്രഹം ഈ മുടി ഇങ്ങനെ വളർന്ന് അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. സ്കൂൾ കുട്ടികളൊക്കെ കാണുകയും എല്ലാവരും നല്ല അഭിപ്രായം പറയുകയൊക്കെ ചെയ്യും. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ മുടി എല്ലാവരും കട്ട് ചെയ്ത് വളരെ ചെറുതാക്കി കൊണ്ട് നടക്കുന്ന ഒരു കാലമാണ്. അപ്പം മോളെ പോലുള്ള നല്ല രീതിയിൽ തന്നെ ഇതുപോലെ മുടി നോക്കുക എന്ന് പറയുന്നത് ആദ്യം തന്നെ ഒരു കൈതരുവാണ്. കാരണം ഇത്രയും ചെയ്യാനായിട്ട് എന്തുപോലെ അച്ഛനായാലും അമ്മയായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായിരുന്നു ആഗ്രഹം ഈ മുടി ഇത്രയും വളർത്തി വലുതാക്കണം എന്നുള്ള രീതിയിൽ? എനിക്ക് സത്യം പറഞ്ഞാൽ ഗിന്നസ് റെക്കോർഡ് കിട്ടണമെന്നില്ല. ഗിന്നസ് കിട്ടണമെന്നുള്ള ഒന്ന് തിരിഞ്ഞ മോളെ. ഇത് കണ്ടോ, ഇപ്പൊ ഇത്രയായി. താഴെ വരാനായിട്ട് ഒരടി കൂടുതൽ മതി താഴെ എത്താനായിട്ട്. അപ്പൊ ഗിന്നസിൽ കയറാനുള്ള ആഗ്രഹമാണ്. അതിന്റെ തുടക്കത്തിലാണ്. നേരത്തെ ചെറുപ്പത്തിൽ തന്നെ മുടിയുണ്ട്, അമ്മയ്ക്ക് മുടി ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അതിനെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ആ നിലനിർത്താനായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്. എത്ര നാൾ കൊണ്ട് ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്? ഒരു വർഷമായി. ഒരു വർഷം കൊണ്ട് ഈ ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഓയിൽ ഉപയോഗിച്ചിടം തൊട്ട് എന്തൊക്കെയുണ്ട് ഗുണങ്ങൾ? ഇപ്പൊ വലുതോണക്ക് ചെടയൊന്നുമില്ല. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോ ഇങ്ങനെ എണ്ണ തേച്ചാൽ ഇങ്ങനെ കുഴവോണക്ക് ഇങ്ങനെ വരത്തില്ല എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥമായിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുന്നുണ്ടാണ്. മറ്റേ എണ്ണ തേക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു കുഴ പോലെ വരും. കാരണം പുതിയ കുട്ടികൾക്കൊക്കെ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഇല്ല, അപ്പൊ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇതിനില്ല. പിന്നെ താരന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇല്ലയോ? പിന്നെ മുടി കൊഴിഞ്ഞു പോകുന്നില്ല, എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ ഇത് തേച്ചിട്ട് സാധാരണ തേക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ, തേക്കുക എന്ന് പറഞ്ഞാൽ എണ്ണ കയ്യിലെടുക്കുക, നന്നായിട്ട് മസാജ് ചെയ്യണം. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞ് കുളിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ പിന്നെ മുടിയിലും കൂടെ തേച്ച് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും. 1 മണിക്കൂർ കഴിഞ്ഞ് കുളിച്ചു കഴിഞ്ഞാൽ സൂപ്പറായിട്ട് തന്നെ നിൽക്കാൻ പറ്റും. ഇതേപോലുള്ള മുടിയുള്ള ഒത്തിരി ആൾക്കാരുണ്ട് കേരളത്തിൽ. അപ്പൊ അവർക്കൊക്കെ ഇത് എന്ന് പറഞ്ഞാൽ നിലനിർത്താൻ വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ള എണ്ണ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇതിന് ട്രഗ് ലൈസൻസ് എല്ലാം ഉണ്ട് നമുക്ക്. അപ്പൊ കൃത്യതയോടെ ചെയ്യുന്ന ഡോക്ടറുണ്ട്. നമ്മുടെ എണ്ണ എന്ന് പറയുന്നത് ഏറ്റവും ജീവനുള്ള പച്ചമരുന്നുകൾ ചേരുന്നോണ്ടാണ്. അതിന്റെ ഗുണമാണ് ഇത്ര ക്ലാരിറ്റി ആയിട്ട് ഇതുപോലെ നേർക്കാഴ്ച. നമുക്ക് വേറെ എന്താഗ്രഹം? എനിക്ക് ഒരു ആക്ട്രസ് ആവണം, പിന്നെ ഒരു K-pop ആവണമുണ്ട്. ആണ്. ശരിക്കും ആരെ കാണണമെന്നും ഇഷ്ടമുണ്ട്? എനിക്ക് എന്റെ ഐഡൽ എന്ന് വെച്ചാൽ മഞ്ജു ചേച്ചിയെ കാണണം എന്നുള്ള, നമ്മുടെ സിനിമാ നടി മഞ്ജു ചേച്ചിയെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ അതൊരു വലിയ സന്തോഷമാണ്. കാരണം ഇവരൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ സിനിമയിൽ അഭിനയിക്കണമെന്നും. കാരണം ആഗ്രഹങ്ങളാണ് ഏറ്റവും വലിയ സംഭവം. ഈ മുടിയെ തന്നെ ഇത്ര നന്നായിട്ട് നോക്കി കറക്റ്റായിട്ട് വരുന്ന ഒരാളാണ്. അപ്പൊ ആ ആഗ്രഹമൊക്കെ സാധിക്കട്ടെ. നമുക്ക് അച്ഛനെ അമ്മയെന്ന് വിളിച്ചാലോ? ഇതിന് സപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവം തന്നെയാണ്. പേരെന്ത് വരുന്നത്? എന്റെ പേര് ബാബു. എന്ത് വർക്ക് ചെയ്യുന്നത്? ഞാൻ ടെലികോമിൽ വർക്ക് ചെയ്യുന്നു. ആണ്. അപ്പൊ ഇതൊരു സന്തോഷം തന്നെ അല്ലയോ? സാധാരണ എല്ലാ കുട്ടികളുടെ മുടി ഇങ്ങനെ കട്ട് ചെയ്ത് വിടുന്ന ഒരു സമയത്ത് ഇതിനെ വളരെ നല്ലതായിട്ട് നിലനിർത്തുക എന്നുള്ളത് നിങ്ങൾ രണ്ടും ഇതിനകത്ത് പ്രധാന കക്ഷികളാണ്. പേരെന്ത് വരുന്നത്? കവിത. അപ്പൊ ഇടയ്ക്ക് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു? എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു കുറച്ച്. ഇപ്പം 2019 മുതൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും 1 വർഷം കൊണ്ട് വീണ്ടും റിപ്പീറ്റായി. അങ്ങനെ മുടിയെല്ലാം അങ്ങ് പോയി. സ്റ്റിറോയിഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. 2019 മുതൽ സ്റ്റിറോയിഡ് കഴിക്കണം. മുടി ഉണ്ടായിരുന്നു, ഇതെല്ലാം പോയി ഇങ്ങനെ ഇതായിട്ട്. അപ്പം ഇവക്ക് മോൾക്ക് ഇത് വാങ്ങിച്ചപ്പം ഞാനും അതിൽ നിന്ന് ഓയിലെടുത്ത് പരട്ടി ഇപ്പം നല്ല മുടി വന്നിട്ടുണ്ട്. ഇത് ഈ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, മുതിർന്നവർക്ക് മാത്രമല്ല, ആൺപിള്ളേർക്ക് മാത്രം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ മുടി ഇങ്ങനെ പുതുതായിട്ട് വന്നോണ്ടിരിക്കുന്നു. അപ്പം ശരിക്കും മോളുടെ മുടി ഇങ്ങനെ സംരക്ഷിക്കുന്ന, ഇപ്പൊ നേരത്തെ അമ്മയ്ക്ക് മുടി ഉണ്ടായിരുന്നല്ലോ, പാരമ്പര്യമായിട്ടുള്ളൊരു സംഭവമാണ്. ഇതിനെ നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ശ്രമം നടത്തുന്നത്. വെറൈറ്റി താമരകളുണ്ട് ഇവിടെ അല്ലയോ? അതുപോലെ ഇപ്പൊ ഈ ഹോസ്പിറ്റലിന്റെ പ്രശ്നം കൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം വീണ്ടും കുറെ വെറൈറ്റി ഒക്കെ വീണ്ടും റിപ്പോർട്ടൊക്കെ ചെയ്തോണ്ടിരിക്കുന്നു. നേരത്തെ ഓയിൽ തേക്കത്തില്ലായിരുന്നു, നമ്മള് ബുദ്ധിമുട്ടിയായിരുന്നു തേക്കുന്നത്. അതായത് 1 പ്രാവശ്യമൊക്കെ ആഴ്ചയിലൊക്കെ തേക്കത്തുള്ളൂ. ഇപ്പൊ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമൊക്കെ തേക്കും. കാരണം ഓയിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കത്തില്ല എന്നുള്ളതൊരു. ഓയിൽ തേച്ചിട്ട് നമ്മൾ ചിലപ്പോ കഴുകാൻ മറന്നു പോയാലും കുഴപ്പമില്ല, അങ്ങനെ ഇരുന്നു. എല്ലാവരും ചോദിക്കാറുണ്ട് ഇത് കഴിഞ്ഞിട്ട് ഷാമ്പു തേക്കുന്നുള്ളൂ. ഷാമ്പുവിനെ കുറിച്ച് അറിയാലോ, അത്യാവശ്യം ഷാമ്പുവിന്റെ പ്രശ്നങ്ങൾ. നല്ല ഷാമ്പു ഉണ്ട്, അല്ലാതുള്ളതുണ്ട്. അപ്പം ഈ ഷാമ്പു എന്ന് പറയുന്നതിനേക്കാളും അപ്പുറമായിട്ട് നമ്മളൊരു സോപ്പ് ഇറക്കിയിട്ടുണ്ട്. അത് കെമിക്കലൊക്കെ വളരെ കുറവായിട്ട് ചാർക്കോളിലാണ് ചെയ്യുന്നത്. അതുപോലെ കരിമഞ്ഞിലാണ്. വെളിച്ചെണ്ണ ചെയ്യുന്ന ഹാൻഡ് മെയ്ഡ് സോപ്പാണ്. അപ്പൊ ഇത് കട്ട് ചെയ്തല്ലയോ നമ്മൾ തല തേച്ച് കഴിഞ്ഞാൽ ചെറിയ പീസാക്കിയിട്ട്. അപ്പൊ കുളിക്കാനും കൊള്ളാം, മുഖം കഴുകാനും അങ്ങനെയുള്ള കാര്യത്തിനും എല്ലാം നല്ലതാണ്. അപ്പം നമുക്ക് ഷാമ്പു ആയിട്ട് സോപ്പ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ എണ്ണയായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും.